എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് HDFC ബാങ്ക് പരിവർത്തൻസ് ECSS പ്രോഗ്രാം 2024-25. ഇത് HDFC ബാങ്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. മറ്റെല്ലാ സ്കോളർഷിപ്പിൽ നിന്ന് വ്യത്യസ്തത ഈ സ്കോളർഷിപ്പിനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത് 1ാം ക്ലാസ് മുതൽ PG പഠനം വരെയുള്ള കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അതുകൂടാതെ തന്നെ ഇതൊരു മെറിറ്റ് കം നീഡ് ബേസിസ് സ്കോളർഷിപ്പ് ആണ്. അതായത് പഠിക്കാൻ സമർത്ഥരായ കുട്ടികൾക്ക് അവരുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതായത് അവരുടെ നീഡ്സ് അവർ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നൽകപ്പെടുന്ന അവർക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കോളർഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ സ്കോളർഷിപ്പിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. അതായത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ ആദ്യം നമുക്ക് പറയാം. അതിനുശേഷം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുള്ളത് എല്ലാം ഞാൻ ഒരുമിച്ച് പറയാം. ആദ്യം നമുക്ക് സ്കൂൾ തലത്തിലും അതുപോലെ ITI, ഡിപ്ലോമ, പോളിടെക്നിക് എന്നീ കോഴ്സുകൾക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഇത് ഒരു ഓൾ ഇന്ത്യ ബേസിസിൽ നൽകപ്പെടുന്ന സ്കോളർഷിപ്പ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ വർഷം 1 തുടങ്ങി 12ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്കും അതുപോലെ ഡിപ്ലോമ, ITI, പോളിടെക്നിക് ഈ കോഴ്സുകളെല്ലാം ഏതെങ്കിലും ഒരു പ്രൈവറ്റിലോ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾസിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ പ്രീവിയസ് ഇയർ, അതായത് നിങ്ങളിപ്പോൾ 8th-ലോ 9th-ലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിന് പ്രീവിയസ് ഇയർ, അതായത് 7th-ലോ 8th-ലോ ഒക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 55% മാർക്ക് എങ്കിലും വാങ്ങിയിരിക്കണം. ഇത് കൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 ലക്ഷമോ അതിൽ താഴെയോ ആയിരിക്കും. എല്ലാ കോഴ്സസിനും ഇതിന് ചില കുട്ടികൾക്ക് ഇതിന് കുറച്ച് പ്രിഫറൻസ് നൽകുന്നുണ്ട്. അത് ഏതൊക്കെ കാറ്റഗറിയാണ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി നിങ്ങൾ ഡിപ്ലോമ കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമയ്ക്ക് പോകുന്നവർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി ഉള്ളത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലാസ് 1 to 6 വരെ 15,000 rupees ആണ് കിട്ടുക. 7th തുടങ്ങി 12th വരെ, അതുകൂടാതെ ഡിപ്ലോമ, ITI, പോളിടെക്നിക് ഇവർക്കെല്ലാവർക്കും 18,000 rupees ആണ് നൽകുന്നത്. ഇതിന്റെ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നത് ഞാൻ എല്ലാ കാറ്റഗറിക്കും കൂടി ഒരുമിച്ച് പറയാം. അടുത്ത നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് നിങ്ങൾ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത്. അത് കോഴ്സുകൾ BCom, BSc, BA, BCA അതുപോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളും അതുകൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതായത് BTech, MBBS, LLB, BArch, നഴ്സിംഗ് എന്നിങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ നിങ്ങൾ പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അറ്റ്ലീസ്റ്റ് 55% മാർക്ക് എങ്കിലും വാങ്ങിയിരിക്കണം. ഫാമിലിയുടെ ആനുവൽ ഇൻകം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. ജനറൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 30,000 rupees ആണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. പ്രൊഫഷണൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 50,000 rupees ആണ് ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ സ്കോളർഷിപ്പും എലിജിബിലിറ്റിയും അതുപോലെ എമൗണ്ട് നോക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ്, അതായത് MCom, MA, MSc അങ്ങനെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോഴ്സസ് കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളായ MTech, MBA, LLM അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് കോളേജസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. അവരുടെ പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിനേഷനിൽ 55% മാർക്ക് വാങ്ങിയിരിക്കണം. കൂടാതെ ഫാമിലിയിലെ ആനുവൽ ഇൻകം 2.5 lakhs അതിൽ കുറവോ ആയിരിക്കണം. ജനറൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 35,000 rupees ആണ് സ്കോളർഷിപ്പ് എമൗണ്ട് നൽകുന്നത്. ഇനി പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് എമൗണ്ട് 75,000 വരെ ലഭിക്കും. ഈ സ്കോളർഷിപ്പിന്റെ വേറൊരു പ്രത്യേകത, നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാവണം എന്ന് ഇത് എവിടെയും പറയുന്നില്ല. അത് നിങ്ങൾ 2nd ഇയറോ 3rd ഇയറോ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രീവിയസ് ഇയർ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ പ്രീവിയസ് ഇയർ മാർക്ക് നിങ്ങൾ 55% ലഭിച്ചിരിക്കണമെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 2nd ഇയറോ 3rd ഇയറോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറോ 2nd ഇയറോ നിങ്ങൾ 55% മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്.
ബാക്കി പല സ്കോളർഷിപ്പുകൾക്കും അവർ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കാണ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത ഏത് ഇയറിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജനറൽ ആയിട്ട് ചില കുട്ടികൾക്ക് പ്രിഫറൻസ് കിട്ടുമെന്ന്. അത് ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ക്രൈസിസോ അല്ലെങ്കിൽ ഫാമിലി ക്രൈസിസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് 3 വർഷം മുന്നേ വരെയുള്ള ഏതെങ്കിലും ക്രൈസിസ് ആണെങ്കിലും ഇവർ അതിൽ കണക്കിലെടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ചെലവുകൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പ്രിഫറൻസ് നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും, പ്രത്യേകിച്ച് കോഴിക്കോട്, ഇടുക്കി, വയനാട് എന്നുള്ള ജില്ലകളിലെല്ലാം കുറെ ഉരുൾപൊട്ടലും കാര്യങ്ങളെല്ലാം വന്നിട്ട് കുറെ പേർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുകയും കുടുംബങ്ങൾ നഷ്ടപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നല്ല പ്രയോജനം ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണിത്. ഇനി ഈ 3 കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. സെക്കൻഡ് ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ മാർക്ക് ഷീറ്റ് ആണ്. അതായത് 2023-24 അത് നിങ്ങൾ 2023-24 ഏത് ഇയർ ഓഫ് സ്റ്റഡി ആണെങ്കിലും അതിന്റെ മാർക്ക് ഷീറ്റ് ആണ് നിങ്ങൾ പ്രൂഫായിട്ട് വെക്കേണ്ടത്. അതുകൂടാതെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ്, അതായത് ആധാർ കാർഡോ വോട്ടർ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഏത് വേണമെങ്കിലും വെക്കാം. അതുകൂടാതെ നിങ്ങളുടെ കറണ്ട് ഇയറിലെ അഡ്മിഷൻ പ്രൂഫ്, അതായത് നിങ്ങളുടെ ഫീസ് റെസിപ്റ്റ്, അഡ്മിഷൻ ലെറ്റർ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ID കാർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലഭിച്ച ബോണഫിറ്റ് സർട്ടിഫിക്കറ്റ്, അത് ഈ അക്കാഡമിക് ഇയറിൽ വേണം, അതായത് 2024-25. അതിനുശേഷം അപ്ലൈ ചെയ്യുന്ന ആളുടെ പാസ്ബുക്കും അതല്ലെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക്, അതിന്റെ ഇൻഫർമേഷൻ നൽകേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഞങ്ങൾക്ക് HDFC ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് ബാങ്കിലെ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങളുടെ ഇൻകം പ്രൂഫ് കാണിക്കണം. അതായത് 2.5 ലാഖോ അതിൽ താഴെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിന്റെ ഇൻകം പ്രൂഫായിട്ട് നിങ്ങളുടെ തഹസിൽദാരുടെ നിന്ന് കിട്ടിയ ഒരു ഇൻകം പ്രൂഫോ അതല്ലെങ്കിൽ ഒരു അഫിഡവിറ്റോ എല്ലാം ഏതെങ്കിലും ഒന്ന് നൽകാം. അതുകൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ക്രൈസിസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ വെക്കണം. അപ്പൊ നമുക്ക് ഈ പേഴ്സണൽ ക്രൈസിസോ അല്ലെങ്കിൽ ഫാമിലി ക്രൈസിസോ എന്താണെന്ന് നോക്കാം. ഇത് ക്രൈസിസ് ആയിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലെ ഏർണിംഗ് മെമ്പർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈസിസ് ആയിട്ട് കൂട്ടാം. അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ജോലി ഉണ്ടായിരുന്ന ആളുടെ ജോലി നഷ്ടപ്പെട്ടാലും അതൊരു ക്രൈസിസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അതിന് സപ്പോർട്ടായിട്ട് നിങ്ങൾ വെക്കേണ്ടത്. ഇനി അടുത്ത സെൽഫ് എംപ്ലോയ്മെന്റ് ഫെയിലിയർ, അതായത് നിങ്ങൾ തന്നെ ഒരു ഏൺ ചെയ്യുന്ന മെമ്പർ ആയിരുന്നു പക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു നോട്ടറിയിൽ നിന്ന് നിങ്ങളൊരു അഫിഡവിറ്റ് വാങ്ങേണ്ടതാണ്, നിങ്ങളുടെ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് കാണിച്ചുകൊണ്ട്. ഇത് കൂടാതെ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അധികം ആയിട്ടൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരികയും അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഒക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, എന്ത് ഇൽനെസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫേസ് ചെയ്ത് എന്നെല്ലാം കാണിച്ചിട്ടൊരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ ഡോക്ടറുടെ നിന്ന് വാങ്ങി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ടതാണ്. ഇതൊന്നും അല്ല എങ്കിൽ നിങ്ങൾ COVID-19 വന്നല്ലോ, അപ്പൊ COVID-19 മൂലം നിങ്ങൾ അഫക്റ്റഡ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫാമിലിയുടെ ജോലി പോവുകയും ഫിനാൻഷ്യൽ ക്രൈസിസ് പെട്ടുപോവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോസുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ COVID-19 അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങളൊരു നാച്ചുറൽ ഡിസാസ്റ്ററിൽ പെട്ടുപോയ ഒരു കുട്ടിയാണെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസിൽ നിന്ന് നിങ്ങൾ ആളെ അഫക്റ്റ് ചെയ്ത ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫാമിലി ക്രൈസിസ് അല്ലെങ്കിൽ പേഴ്സണൽ ക്രൈസിസ് ആയിട്ട് ഇവർ കാണുന്നതും അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വെക്കേണ്ടത് എന്നുള്ളതും. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക്, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസും അതുപോലെ തന്നെ ഫാമിലി ക്രൈസിസും ഇത് കൂടാതെ നിങ്ങളുടെ നീഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അതിനുശേഷം അവർ എലിജിബിൾ ആയിട്ടുള്ള സ്കോളേഴ്സിന്റെ ഫൈനൽ ലിസ്റ്റ് ഇടുന്നതായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 31 ആണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ബഡ്ഡി ഫോർ സ്റ്റഡി എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ ബേസിസിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ കിട്ടിയ കുറേ കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ആർക്കെങ്കിലും ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അതോ നിങ്ങളുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ഇട്ടാൽ ബാക്കിയുള്ള കുട്ടികൾക്കും അതൊരു ഉപകാരമാവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.